ഹയാൽ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ സൂര്യയും മുത്തശ്ശിയും പത്മിനിയും കൂടി അവിടെ സംസാരിച്ചിരിക്കുന്ന ആ സമയത്താണ് ഈ ചന്ദ്രശേഖരന് ആ കാറുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ഗൗതമിനാണ്. അപ്പം ഗൗതമിനും കൈ പിടിച്ചിട്ട് വാടാ വീട്ടിലേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറ്റുകയാണ്. അപ്പോൾ ഇവരാരെ കൊണ്ടാണ് ഈ വരുന്നത് എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് പത്മിനിയും മുത്തശ്ശിയും സൂര്യയും കൂടി. അപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് തന്നെ കയറി വരുന്നുണ്ട് ഈ ചന്ദ്രശേഖരന് ഗൗതമിനെയും കൊണ്ട്. അപ്പോൾ ഗൗതമിനെ കാണുമ്പോൾ പിന്നെ ഇവർ മൂന്ന് പേരും അങ്ങ് ഷോക്കാവുകയാണ്. ഇവനെ പുറത്താക്കിയ ഒരാളെയും കൊണ്ടാണ് അവർ അകത്തേക്ക് അങ്ങ് കയറി വരുന്നത്. അപ്പോൾ സൂര്യ ആദ്യം തന്നെ അവരോട് ചോദിക്കുന്നത്, അല്ല ഈ ഗൗതം എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരനോട് ചോദിക്കുകയാണ്. ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കിയതല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രശേഖരൻ നേരെ അവനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനെ ഞാനാണ് ഇങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുവന്നത്. ഈ വീട്ടിൽ നിന്ന് എല്ലാവരെയും പുറത്താക്കിയതാണല്ലോ, പിന്നെ നിങ്ങളെല്ലാവരും കൂടി ഞാനല്ല അകത്തേക്ക് കൊണ്ടുവന്നത്, പിന്നെ എന്തിനാ എൻ്റെ മകന് മാത്രം പുറത്ത് നിൽക്കുന്നത്, അവനും കൂടി ഞാൻ അങ്ങ് അകത്തേക്ക് കൊണ്ടുവരികയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കൽപ്പന ഉർവശിയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കൽപ്പന ഉർവശിയും വരുന്ന സമയത്ത് തന്നെ ഉർവശി കാണുന്നത് ഈ ഗൗതമിനാണ്. അപ്പോൾ സ്വന്തം മകനെ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് ഈ ഉർവശി പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് ഈ ഗൗതമിനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ മോനെ എത്ര കാലമായിടാ ഇത്ര അടുത്ത് നിന്ന് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അവനെ അങ്ങ് വാരി പുണർന്ന് അങ്ങ് സ്നേഹിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഇവർക്ക് മൂന്ന് പേർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ സൂര്യക്കും മുത്തശ്ശിക്കും പത്മിനിക്കും ഒന്നും. കാരണം ഇവനെ പുറത്താക്കിയതാണ്. അപ്പോൾ പുറത്താക്കിയ ഒരാളെ ഇവരുടെ ഇഷ്ടപ്രകാരം ഇവരങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അകത്തേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ സൂര്യ അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ചെറിയ ഇവൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം അച്ഛനാണ് ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കിയത്, അതുകൊണ്ട് ഇവൻ ഇവിടെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഇവന് പറയുന്നുണ്ടെങ്കിലും ചന്ദ്രശേഖരൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ വീട് നഷ്ടപ്പെടുത്തി തിരിച്ചു പിടിച്ചത് ഞാനാണ്, അപ്പോൾ എനിക്ക് അവകാശമുണ്ട് ഇവിടെ ആര് നിർത്തണം എന്നുള്ളത് എന്നൊക്കെയാണ് ഈ ചന്ദ്രശേഖരൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ചന്ദ്രശേഖര നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, ഞങ്ങളിങ്ങനെ ഈ വീട് വിട്ട് നഷ്ടപ്പെടും എന്നുള്ള അവസരത്തിൽ ഒരു ദൈവദൂതനെ പോലെ വന്ന ഒരാളാണ് നീ എന്നാണ് ഈ പരമേശ്വരൻ പറഞ്ഞത്. പക്ഷേ നീ ദൈവദൂതനൊന്നല്ല, നീ ചെകുത്താൻ്റെ രൂപത്തിലായിരുന്നു വന്നത് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് നിൻ്റെ പ്രവർത്തികളൊക്കെ കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശി ചന്ദ്രശേഖരനോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ തിരിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവൻ തെറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പുറത്താക്കിയത് എന്നുള്ള കാര്യം, പക്ഷേ ഈ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയത്, ഈ വീട് സാധാരണ നിലയിൽ നല്ല ബിസിനസ്സിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഈ കുടുംബത്തിന് തകർത്തി ഇല്ലാതാക്കിയത് ആ വരുണാണ്. അപ്പോൾ വരുണിനുള്ള ശിക്ഷ നിങ്ങൾ എന്താണ് കൊടുത്തത് എന്ന് അവരോട് തിരിച്ചങ്ങ് ചോദിക്കുകയാണ്. പക്ഷേ വരുണിനെ പറഞ്ഞത് ആ മുത്തശ്ശിക്കും പത്മിനിക്കും സൂര്യക്കും അത്ര ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ മുത്തശ്ശി മിണ്ടാതിരിക്കുന്നുണ്ട്. അതിന് എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നൊന്നും അറിയാതെ തന്നെ മുത്തശ്ശി അങ്ങ് മിണ്ടാതിരിക്കണം. പക്ഷേ സൂര്യ അങ്ങനെയല്ല, സൂര്യ അങ്ങ് പ്രതികരിക്കുന്നുണ്ട്. മുത്തശ്ശി ചെറിയ വെറുതെ വരുണിനെ അങ്ങ് പറയാൻ നിൽക്കണ്ട, അവനെ ഒരു വാക്ക് പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ അവനോട് അങ്ങ് തിരിച്ചു പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതിനുള്ള അവസരം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമാക്കി തന്നെ അറിയാം, എന്തുകൊണ്ടാണ് വരുണിന് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള കാര്യം അതൊന്നിപ്പോൾ ഞാൻ പറയാൻ നിൽക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഈ സൂര്യ അങ്ങ് ചന്ദ്രശേഖരനോട് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ ധൈര്യപൂർവ്വം തന്നെ ഈ സൂര്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പറയടാ എന്താ സംഭവിച്ചതെന്ന് എന്നൊക്കെ ഈ സൂര്യനോട് പറയാണ് ഈ ചന്ദ്രശേഖരൻ പറഞ്ഞത്. ചന്ദ്രശേഖരന് നന്നായിട്ട് അറിയാം ഇവൻ ആ കാര്യം സത്യം ഒന്നും തുറന്ന് പറയില്ല, അതൊക്കെ അവരെ ഒരുപാട് വേദനിപ്പിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ചന്ദ്രശേഖരൻ അവനോട് അങ്ങ് ചോദിക്കുന്നുണ്ടെങ്കിൽ സൂര്യ അവനും അങ്ങ് മിണ്ടാതിരിക്കുകയാണ്. മുത്തശ്ശി കുറേ അങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ ഓരോ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, നിനക്ക് ഇതിനുള്ളൊക്കെ ദൈവം ശിക്ഷ തരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് പോകാൻ നിൽക്കണം. അപ്പോൾ പത്മിനി പോകാൻ നിൽക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൻ പത്മിനിയോട് അങ്ങ് തടയുന്നുണ്ട്. ഒരു പത്മിനിയോട് പറയുന്നുണ്ട്, അതെ ഏട്ടനോട് പറയണം ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്, ഈ വീടിനകത്ത് ഓരോ ബഹളങ്ങൾ ഉണ്ടാക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല, ബഹളം ഉണ്ടാക്കുന്നൊന്നും എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഏട്ടനോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ ഇങ്ങനെ ഒരു വാണിംഗ് കൊടുക്കുകയാണ് ഈ പത്മിനിയോട്. അപ്പോൾ ഈ പത്മിനിക്ക് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്ന ഒരാളെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പത്മിനിക്ക് ഉള്ളിലൊരു സങ്കടം വരുന്നുണ്ടെങ്കിലും പത്മിനി പറയുന്നുണ്ട്, ആ ഓക്കെ ഞാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ അവരോട് അങ്ങ് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ കൽപ്പനയും സൂര്യനെ വഴക്ക് പറയുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കോ, അവരുടെ കാരണം കൊണ്ടാണ് നമ്മളിവിടെ കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, നീ മനസ്സിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് കണ്ടിട്ട് നീ മനസ്സിൽ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവളോട് തിരിച്ചും. അപ്പോൾ ഇവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഉർവശി കൽപ്പനയോട് പറയുന്നുണ്ട്, എന്താടി നിൻ്റെ കെട്ടിയോന് ഇവനോട് മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പനയ്ക്ക് ഈ ഉർവശി അങ്ങ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. ചന്ദ്രശേഖരന് ഉർവശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഉർവശി നീ ഈ ഏടത്തിനോടൊക്കെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നുണ്ട്,
കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പെരുമാറുന്നുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചന്ദ്രശേഖരനോട് അങ്ങ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് പകരം വീട്ടലൊക്കെ വേണ്ടേ, ഒരു റിവെഞ്ചൊക്കെ കൊടുക്കണ്ടേ എന്നുള്ള മട്ടിൽ ഈ കൽപ്പനയും കൂടി അങ്ങ് കൂടി പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് അമ്മനോടോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും നമ്മളെ അംഗീകരിക്കുന്നു തോന്നുന്നില്ല, എത്ര കാലം കഴിഞ്ഞാലും അമ്മ നമ്മളെ അംഗീകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ഈ പത്മിനോട് ഈ പെരുമാറുന്ന ആ രീതിക്ക് തന്നെ അമ്മനോടും പെരുമാറിയാൽ മതി, കാരണം അമ്മ എന്നുള്ള പരിഗണനയൊന്നും കൊടുക്കണ്ട എന്നൊക്കെ ചന്ദ്രശേഖരൻ അങ്ങ് പറയുമ്പോൾ ഉർവശിക്ക് അങ്ങ് സന്തോഷം വരികയാണ്. ആഹാ, ചന്ദ്രേട്ടൻ ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ റെഡി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും അവർ മുത്തശ്ശിനെയും കൂടി ഇനി ഉപദ്രവിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി ഇവരുടെ രണ്ടുപേരുടെ അവസ്ഥ എന്താകുമോ എന്തോ. പിന്നെ ആണെങ്കിൽ ആറ്റുവാശ്ശേരിയിൽ നമ്മുടെ ഈ വരുണിനെയും സൂര്യനെയും കൊണ്ട് നേരെ ദേവൻ അങ്ങ് ഓട്ടോയിൽ അവിടെ വീട്ടിൽ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നേരെ യശോദ ഓടി അവരുടെ അടുത്തേക്ക് അങ്ങ് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട് എവിടെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, ഞാൻ ഇവരെ ഒരുപാട് അന്വേഷിച്ച് അവസാനം കിട്ടിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരെയും കൂടി അകത്തേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അകത്ത് വന്ന് ഇരുന്നിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക. യശോദ പറയുന്നുണ്ട്, പരമേശ്വരൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, അല്ല അവരും കൂടി ഞങ്ങളുടെ കൂടെ അങ്ങ് ഇറങ്ങി പോരാൻ നിൽക്കുകയായിരുന്നു, അവർ ഞങ്ങളെ ഇറക്കി വിട്ട ആ സമയത്ത് അവരവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ കൂടി ഞങ്ങളെ കൂടെ അങ്ങ് ഇറങ്ങി പോരാൻ നിന്നതായിരുന്നു. പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല, അവർക്ക് നല്ല രീതിയിൽ ജീവിച്ചതല്ലേ, അങ്ങനെ അവരങ്ങ് കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്നൊക്കെ ഞങ്ങളും വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ ദേവന് യശോദൻ പറയുന്നുണ്ട്, അതെന്തായാലും നല്ല തീരുമാനമായി, കാരണം അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ച ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല, അതെന്തായാലും നിങ്ങൾ തീരുമാനിച്ചത് നല്ല തീരുമാനം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറഞ്ഞ് അവരങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ യശോദനോട് പറയുന്നുണ്ട്, യശോദ ഇവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, നീ എന്തെങ്കിലും കാര്യമായിട്ടൊന്നും ഉണ്ടാക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, ഏയ് അതൊന്നുമല്ല, ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്, അവനെ കൂടെ അങ്ങ് കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവനെ വരുന്നു ഞങ്ങളുടെ വിട്ട് അങ്ങ് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അവർ അധികം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അവിടെ അവൻ്റെ ഫ്ലാറ്റിൽ നിൽക്കാനുള്ളൊരു റൂമൊക്കെ തന്നിരുന്നു, പക്ഷെ അവൻ്റെ ഭാര്യയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവരങ്ങ് പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ദേവനാരായണനും യശോദ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നമ്മുടെ ഈ വീടില്ല ഇവിടെ നിന്നാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, നീ എന്ന് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ യശോദ നമ്മുടെ രാധികനെ പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് കിച്ചണിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പം കിച്ചണിൽ ഇരിക്കുന്ന സമയത്ത് യശോദ ഇങ്ങനെ രാധികനോട് പറയുന്നുണ്ട്, അവർ ഒരുപാട് റിച്ചായിട്ട് ഒരുപാട് ധനികയായിട്ട് ജീവിച്ച ഒരാളാണ്, അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അവസരം വരുമ്പോൾ അവരുടെ മനസ്സൊക്കെ ഒന്ന് മാറും, അവർക്ക് ചിലപ്പോൾ ദേഷ്യം അങ്ങനെയൊക്കെ തോന്നും, അപ്പോൾ നിന്നോട് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ദേഷ്യപ്പെടാം, നിന്നോട് വേണമെങ്കിൽ ഒരു കാര്യത്തെ സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും, അതൊക്കെ അവരുടെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ്, അല്ലാതെ നിന്നോട് ദേഷ്യമുള്ളതൊന്നും കൊണ്ടൊന്നും അല്ല, അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അവന് പെരുമാറുകയാണെങ്കിൽ നീ ഒന്നും മിണ്ടാതെ ഇരുന്നോണം, അവനോടൊന്നും പ്രതികരിക്കാനൊന്നും പോകരുത് എന്നൊക്കെ ഇങ്ങനെ രാധികനോട് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, രാധിക അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, അവന് വരുണ അങ്ങനെയൊന്നും പറയുന്നില്ല, അവന് ദേഷ്യപ്പെടുക ഒന്നും ചെയ്യില്ല, അവനൊക്കെ സമാധാനത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഈ കാര്യത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഈ രാധിക അങ്ങോട്ട് തിരിച്ചു ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വരുണ അങ്ങനെയൊന്നും പെരുമാറില്ല എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ് അമ്മനോട് അവൾ തിരിച്ചു പറയുന്നത്. അപ്പം ഈ അച്ഛനാണെങ്കിൽ വരുണിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനെ ടെൻഷനാകൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഇറങ്ങിയപ്പം നിങ്ങൾ അതൊക്കെ പൊരുതി നേടി അങ്ങോട്ട് തിരിച്ചു കയറും എന്നൊക്കെ വാഗ്ദാനം പറഞ്ഞിട്ടല്ലേ പോകുന്നത്, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിറവേറ്റുകയാണ് വേണ്ടി, എത്രയും കഷ്ടപ്പെട്ടാലായാലും നിങ്ങൾ ആ ഒരു എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം, ഇങ്ങനെ ചതിയിലൂടെ വഞ്ചനയിലൂടെയൊക്കെ തിരിച്ചു പിടിച്ചൊരു കാര്യം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാലമൊന്നും അതൊന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ യശോദ ഭക്ഷണം ടേബിളിൽ അങ്ങ് നിരത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് രാധികനോട് പറയുന്നുണ്ട്, കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സാധനങ്ങളൊന്നും ഇല്ല ഇപ്പോൾ, അപ്പോൾ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് നമുക്ക് നാളെ അങ്ങ് ടൗണിൽ പോയിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നാളെ തൊട്ട് നമുക്ക് ഉഷാറാക്കാം എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട്. അപ്പം ദേവനും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേവനോടും കാര്യം പറയുന്നുണ്ട്, നമുക്ക് നാളെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം ദേവനും അത് ശരി വെക്കും. വരുണും അങ്ങോട്ടങ്ങ് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട്, വരുൺ നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തുകയാണ്. അപ്പോൾ ഇവൻ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ ഇവനെ ഭക്ഷണം കഴിപ്പിക്കാൻ നിൽക്കുകയാണ്. അപ്പം വരുൺ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഇരിക്കാത്തത്, നമ്മളിവിടെ 4 പേരല്ലേ ഉള്ളൂ, നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് അങ്ങ് ഭക്ഷണം കഴിച്ചാൽ പോരെ, ഇവിടെ ഉള്ളതൊക്കെ എന്തായാലും പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാനും മാത്രമേ ഉള്ളൂ, നമ്മൾ 4 പേരല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂടി അങ്ങ് നിർബന്ധിപ്പിച്ച് അങ്ങ് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ 4 കൂടി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഇവൻ ഭക്ഷണം കഴിക്കുന്നത്
കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വരുണ് വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നത് അങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, നിങ്ങളെന്ന് പറയുന്ന ഒരുപാട് വലിയ നിലയിൽ ജീവിച്ച ഒരാളല്ലേ, അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഇങ്ങനെ തളർന്നു പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറയണം വരുണിനോട്. അവൻ വരുണ് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ വലിയ ധനികയായ ഒരു കുടുംബത്തിൽ തന്നെയാണ്, ധനികനായി തന്നെയാണ് വളർന്നതും. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത് കൊണ്ട് ഞാനിങ്ങനെ തളർന്നു പോകാനോ അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ ഒന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കടത്തിണ്ണയിലൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാതെ നിന്നിട്ടുണ്ട്, അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവരോട് ഇങ്ങ് പറയാണ്. എന്നിട്ട് ഈ ദേവനോട് പറയുന്നുണ്ട് വരുണ്, നിങ്ങളുടെ മകളോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സിമ്പതി തോന്നിയത് എന്ന് വെച്ചാൽ ഇത്രയും ഒരു കഷ്ടപ്പാടിൻ്റെ ഇടയിൽ അവൾ എന്നെ കുറ്റപ്പെടുത്താനും ഒരു കാര്യത്തിന് നിന്നിട്ടില്ല. അവൾ എന്നോട് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ നിന്നൊക്കെ മറികടക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളോട് ഒരു പ്രത്യേക സ്നേഹം ഉള്ളതും എന്നൊക്കെ ഇങ്ങനെ ഈ ദേവനോട് യശോദനോട് ഇങ്ങനെ ഈ രാധികനെ പറ്റി പറയാണ്. എന്നിട്ട് അവരങ്ങനെ ആ ഭക്ഷണം അങ്ങ് ആസ്വദിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും അവർ പിന്നെ ഭയങ്കര റിച്ചായിട്ട് ഒരു വലിയൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഒരുപാട് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഈ സാരിയൊക്കെ എടുത്ത് മോഡേൺ ഡ്രസ്സിലൊക്കെയാണ് നമ്മുടെ സുകുമാരി മുത്തശ്ശി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റിച്ച് ലുക്കിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഭക്ഷണം കഴിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുകുമാരി മുത്തശ്ശി അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അവരെ കൂടെ തന്നെ ഈ പ്രിയങ്കയും ഈ ശരത്തും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്തിനാണ് ഈ സുകുമാരി മുത്തശ്ശി വെറുതെ അങ്ങ് പൊട്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങ് മുത്തശ്ശിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഭയങ്കര ചിരി, എന്നിട്ട് ചിരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരോട് ഇങ്ങ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ ചിരിച്ചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഊഹം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്കൊരു ഐഡിയ ഇല്ല എന്തിനാ ചിരിച്ചത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനേ ചിരിച്ചത് നിൻ്റെ അച്ഛനെ അമ്മനെ ആലോചിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തായാലും എപ്പിസോഡ് കഴിയുന്നുണ്ട്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ യശോദ രാധികനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ അമ്മനെ നഷ്ടപ്പെട്ടതിൽ നിനക്ക് അമ്മനോട് വല്ല ദേഷ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, എനിക്ക് എന്തിനാ അമ്മനോട് ദേഷ്യം, എനിക്ക് അമ്മനോട് സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരുപാട് ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ അവരോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവരെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വരുണും അവളോട് ആ ഒരു കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്, അമ്മനോടുള്ള ദേഷ്യം, നിനക്ക് അമ്മനോടുള്ള ഓർമ്മകളൊക്കെ മറക്കാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ അമ്മനെക്കുറിച്ചാണ് ഇവർ രണ്ടുപേരും എന്തായാലും അടുത്ത എപ്പിസോഡിൽ ചോദിക്കുന്നത്. അപ്പം ഫുൾ എപ്പിസോഡ് നമുക്ക് നല്ല കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.